ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഒരു കോളിഫ്ലവർ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഓയിൽ ചേർക്കുക, കടുക് പൊട്ടിക്കുക, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർക്കാം. സവാള ബ്രൗൺ നിറമായപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കോളിഫ്ലവർ കട്ട് ചെയ്ത് തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ട്. ഇനി ഇതൊക്കെ ഒരു സൈഡിലോട്ടാക്കിയതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ റൈസിലോട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വേണമെങ്കിൽ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രാവിലത്തെ തിരക്ക് പിടിച്ച സമയങ്ങളിൽ നമുക്ക് എളുപ്പം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണിത്. അതുപോലെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തും ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഇതുപോലെ കഴിക്കാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.